മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പം നമുക്ക് ഇന്ന് പരീക്ഷാ തിരക്കിൻ്റെ ഇടയിൽ വളരെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ തേടി നടക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ടീച്ചർ വളരെ പ്രധാനപ്പെട്ടത് എന്ന് ടീച്ചർക്ക് തോന്നിയ ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ കാര്യം അതിൻ്റെ ലിങ്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ക്ലാസ് 7 എന്നുള്ളതിൻ്റെ തൊട്ട് അവിടെ തന്നെ ഉണ്ട്, ഫ്രീ നോട്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈലം ലേണിങ്ങിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജും കൂടെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും കൂടെ അവിടെ ഉണ്ട്. ആ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷ ഉള്ള സമയത്ത് നമ്മൾ അതിൻ്റെ ചോദ്യങ്ങൾ തേടി നടക്കുക അല്ലേ. ഇപ്പോൾ പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം. കൈകോർത്തവർ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. സച്ചിദാനന്ദ മാഷിൻ്റെ പ്രളയാവസാനം എന്ന് പറയുന്ന കവിതയിലെ ഒരു കവിതയാണ്. പ്രളയം വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രളയം വന്ന സമയത്ത് അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അത് 2018 എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടപ്പോൾ അതിൻ്റെ ഭീകരതയെക്കുറിച്ചും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ നിന്നും ചോദ്യം എങ്ങനെ വരാമെന്നാണ്. ഇത് സച്ചിദാനന്ദ മാഷാണ് കേട്ടോ. ഇദ്ദേഹം എഴുതിയ കവിതയാണ് കൈകോർത്തവർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മനോഹരമായ പ്രയോഗങ്ങളൊക്കെ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്, സമ്പന്നമാക്കിയിട്ടുണ്ട് പലതരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ട്. പ്രയോഗങ്ങൾ എന്തിനാണ്, കവിതയെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രയോഗങ്ങൾ ചേർക്കുന്നത്. അതുപോലെ പറയാതെ പലതും പറയാൻ പറ്റും. അതായത് നേരിട്ട് പറയുന്നതിന് പകരം ഒരു പ്രയോഗത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് തുല്യമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയോഗങ്ങൾ ചേർക്കുന്നത്. ഈ കവിതയിൽ ചില പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ. പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ അല്ലേ. പ്രാചീനമായ പർവ്വതങ്ങളുടെ പ്രത്യേകത എന്താണ്? പണ്ട് കാലത്തുള്ള പർവ്വതങ്ങൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നാലും വീണ്ടും അത് നിലനിൽക്കും എന്നുള്ളതാണ് അല്ലേ. എന്തിനേയും അതിജീവിക്കും. ചില ആളുകളെ കൊണ്ട് നമ്മൾ പറയാറുണ്ട്, ചില വ്യക്തികളെ കൊണ്ട് എന്ത് പ്രശ്നം വന്നാലും, സുനാമി വന്നോട്ടെ, ഭൂമി കുലുക്കം വന്നോട്ടെ, അല്ലേതാ ആ മല ഇപ്പം ഇടിഞ്ഞ് താഴെ വീഴും എന്ന് പറഞ്ഞാലും നല്ല ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്, ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ. പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ ഞങ്ങൾ എന്ത് ചെയ്യും, അതിജീവിക്കുക തന്നെ ചെയ്യും. ഇത് ഇങ്ങനെയൊരു പ്രയോഗം കവി പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കവിതയിൽ ഇത് പ്രയോഗിച്ചിരിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് നമുക്ക് നോക്കണം. അതിൻ്റെ ആശയം നിങ്ങളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റണം. പ്രളയം വന്നപ്പോൾ ഒന്നായി ചേർന്ന് നിന്ന് എല്ലാം അതിജീവിച്ചവരെ പറ്റിയാണ് ഈ വരികളിൽ പറയുന്നത്. പ്രളയം വന്ന സമയത്ത് എല്ലാം അതിജീവിച്ചിട്ട് ഒന്നായി നിന്നവരെ പറ്റിയാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ. അത് പ്രാചീനമായ പർവ്വതങ്ങളെ പോലെയാണെന്ന് പറയുന്നു. പ്രാചീനമായ പർവ്വതങ്ങൾ, വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നു ചേർന്നാലും പർവ്വതങ്ങൾ അങ്ങനെ തന്നെ നിലകൊള്ളും അല്ലേ. അതുപോലെയാണ് അക്ഷരങ്ങളും. അക്ഷരങ്ങൾക്ക് നാശമുണ്ടോ? ഇല്ല അല്ലേ. അക്ഷരങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും അക്ഷരങ്ങൾ അക്ഷരങ്ങളായിട്ട് തന്നെ നിൽക്കും. അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകളാവും അല്ലേ, വാക്കുകൾ വാക്യങ്ങളാകും. അപ്പോൾ അക്ഷരങ്ങൾക്ക് നാശമില്ല അല്ലേ, നശ്വരമാണ്, നശിക്കാത്തതാണ് അക്ഷരങ്ങളും. അപ്പോൾ അത് നശിക്കാതെ അതിജീവിക്കും. അതുപോലെ തന്നെയാണ് പ്രളയം എന്ന ദുരന്തം വന്നപ്പോഴും ജനത അതിജീവിച്ചത് അല്ലേ. അവരെ പറ്റിയാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു അർത്ഥം. ഈ കവിതയിൽ തന്നെ മറ്റൊരു പ്രയോഗമുണ്ട്, അത് നമുക്ക് എന്താണ് എന്ന് നോക്കാം. ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി അല്ലേ. നിങ്ങൾ 2018 എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പലതരത്തിലും ആളുകൾ വോളണ്ടിയേഴ്സ് ആയിട്ടും ഒക്കെ അല്ലേ സഹായിക്കുന്നത്. അത് സിനിമയിൽ മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. യുവാക്കളായിക്കോട്ടെ, പ്രായം, ജാതി, മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പരസ്പരം സഹായിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ, ശിരസ് എന്ന് പറഞ്ഞാൽ തലയാണ് അല്ലേ. അപ്പോൾ വിമാനത്തിനിറങ്ങാൻ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം വേണം. അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വിമാനം ഇറക്കാറില്ല. പക്ഷേ സഹായഹസ്തവുമായിട്ട് എന്താണ്
സഹായഹസ്തം നീട്ടിക്കൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യാനും തയ്യാറായി നിൽക്കുകയാണ്. ശിരസിൽ വിമാനം ഇറക്കുക എന്ന് പറയുമ്പോൾ അതാണ്. പ്രളയത്തിന്റെ ഭീകരത എത്രത്തോളാണ് നമുക്കറിയാം അല്ലെ. അപ്പോൾ അതിജീവിച്ചത് എങ്ങനെയാണ്? പരസ്പരം ചേർന്ന് നിന്നിട്ടായിരുന്നു. ചേർന്ന് നിന്ന് അതിജീവിച്ചതാണ് ഓരോ ദുരന്തവും അല്ലെ. പ്രളയം നമ്മളെ സംബന്ധിച്ച് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. സ്വന്തം ബന്ധങ്ങൾ നോക്കാതെ അന്യോന്യം താങ്ങായി തണലായി നിന്നുകൊണ്ട് ചേർത്ത് നിർത്തി അല്ലെ. ഇവിടെ പറയുന്നത് ശിരസിൽ വിമാനം ഇറക്കിയാല് ആള് ഇല്ലാണ്ടായി പോകും. അത് ടീച്ചർ അങ്ങനെ പറയാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഓരോരുത്തരും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായത് അല്ലെ. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ഓരോരുത്തരും പ്രവർത്തിച്ചത് എന്ന് കാണിക്കുന്നതാണ് ഈ വരികൾ. സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് അറിഞ്ഞിട്ട് അല്ലെ. വിമാനം തലയിൽ ഇറക്കിയാൽ എന്താണ്? വിമാനം തലയിൽ ഇറക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതൊരു പ്രയോഗമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനും ആളുകൾ എന്താണ് തയ്യാറായി എന്ന് പറയാനാണ് കേട്ടോ. എല്ലാം വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വിമാനമിറക്കാൻ സ്വന്തം ശിരസ്സു പോലും കാണിച്ചു കൊടുക്കാൻ തയ്യാറായ മനുഷ്യരുടെ സഹജീവി സ്നേഹത്തെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. പിന്നെ ഒരു പ്രയോഗം, പാട്ടുകൾ കൊണ്ടു ഞങ്ങൾ മതിലുകൾ പൊളിച്ചു, നൃത്തങ്ങൾ കൊണ്ടു ഞങ്ങൾ മരണം വെന്നു അല്ലേ. പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു. ഈ മതിലുകൾ എന്തിൻ്റെ ആയിരിക്കും? ജാതിയുടെ, മതത്തിന്റെ, സമ്പത്തിന്റെ അല്ലെ. അങ്ങനെ ഒരു മതിൽക്കെട്ടുകളും അവിടെ നിലനിന്നില്ല. അവരെന്ത് ചെയ്യാണ്? ഒന്നായിട്ട് ഒരു സ്നേഹം എന്നൊരു സംഘഗാനം അവിടെ അവർ പാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പാട്ടുകൾ കൊണ്ടു മതിലുകൾ പൊളിച്ചു എന്ന് കവിതയിൽ പറയുന്നതിലെ ഒരു ദുരന്തം വന്നു ചേർന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ എല്ലാവരും ഒത്തൊരുമയോടെ നിന്നു തന്നെയാണ് ഇവിടെ പറയുന്നത്. മതിൽ എന്നത് ജാതിയുടെയും മതത്തിന്റെയും സമ്പന്നതയുടെയും ഒക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നൃത്തങ്ങൾ കൊണ്ട് മരണം വെന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ എന്താണ് ഉള്ളതിലെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു ആ ഒരു സമയത്തിലെ. പലരും ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട സമയത്തും ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ജീവിക്കുകയാണ് അല്ലെ. വീട് പോയി, ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ പോയി അല്ലേ. അപ്പോ അതാണ് അവിടെ പറയുന്നത്. മരണത്തെ വെന്നു എന്നൊക്കെ പറഞ്ഞാൽ ജയിച്ചു എന്നാണ്. അങ്ങനെയാണ് മരണത്തെ ജയിച്ചത്. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു ഹൃദയം പൊട്ടി മരിച്ചു പോകുന്നവർ വരെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ എല്ലാവരും പരസ്പരം താങ്ങായി തണലായി. ചില സ്കൂളുകളിലൊക്കെ ക്യാമ്പിലൊക്കെ ആയിരുന്നു പലരും അല്ലെ. ഒരുപാട് നല്ല രീതിയിൽ ജീവിച്ച ആളുകൾ സാധാരണക്കാരന്റെ ഒപ്പം ആ ജാതി മതം ഒന്നും ഭേദമില്ലാതെ അവിടെ ഒന്നിച്ചു നിന്ന് അവര് അതിജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ സമ്പന്നമാണ് ഇതിലെ പ്രയോഗ ഭംഗി. നിങ്ങൾക്ക് ഒരു ചോദ്യം ഞാൻ തരാം. കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു. എന്തായിരിക്കും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പടം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഇതൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവരും വരണം. ടീച്ചർ ആദ്യം പറഞ്ഞത് മറന്നു പോകരുത്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇൻസ്റ്റഗ്രാം സൈലം ലേണിങ്ങിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അതിൻ്റെയും കൂടെ ലിങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് പറയാം. ലൈവുകളിൽ കാണാം.